തീയതി റിലീസ് ആവാൻ പോകുന്ന ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ സിനിമ ക്രൂ ആണ് എന്റെ കൂടെ ഇരിക്കുന്നത്. സുധീരേട്ടനുണ്ട്, റിയാസ് ഖാൻ ആൻഡ് അനീഷേട്ടൻ. വെൽക്കം ടു ദി ഷോ. എനിക്ക് സത്യം പറഞ്ഞാലില്ലേ, റിയാസ് ഖാൻ ഇങ്ങനെ പേരെടുത്ത് വിളിക്കാനാ തോന്നുന്നത്. കാരണം പണ്ട് മുതൽ ഇപ്പോഴും കൊച്ചി രാജാവിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഇരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അതോ ഡ്രസ്സോ ഇപ്പത്തെ പിള്ളേരെക്കാൾ ഭയങ്കര ട്രെൻഡായി, അതിലും അടിപൊളിയായിട്ട് എല്ലാം ട്രെൻഡിങ് കാണിച്ചു കൊടുക്കാൻ നമ്മളാണ്. അതെ, ഇപ്പത്തെ നൈസ് പാന്റ് ഒക്കെ പിടിച്ച് ഉറപ്പായിട്ടും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ നിൽക്കുമ്പോ ഇന്ന് ഭയങ്കര സുന്ദരനായിട്ടുണ്ട്. കേൾക്കും സന്തോഷത്തോടു കൂടി. അനീഷ് പ്രത്യേകിച്ച് ഡിസൈനർ വേറെ ചെയ്ത് മുണ്ടിലൊരു വെള്ള, ശരിക്കൊരു വെള്ള, ഇത് ഗ്ലിറ്ററിംഗ് ക്യാപ്പ് ഗ്ലിറ്ററിംഗ്, യെല്ലോ ഗ്ലാസസ് ഒക്കെ വെച്ച് ഞങ്ങളൊരു ആരാ ഡിസൈനർ ആയിരുന്നു? നിങ്ങൾ ബ്ലാക്ക് ഫുൾ പ്ലാൻ ആയിരുന്നോ? ബ്ലാക്ക് ഞങ്ങള് ആക്ച്വലി കോയിൻസിഡന്റ് ആണ്, പക്ഷെ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്ലാക്ക് ഇട്ടുകൊണ്ട് ഒന്നാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ശ്രീ അയ്യപ്പൻ ശബരിമലയിലേക്ക് പോകുന്ന അങ്ങനെ ഒരു ജേണിയാണോ കാണിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് പോകുന്നത്. എല്ലാരും അയ്യപ്പ ഭക്തരായിട്ട് പോകുന്നതാണ്. അല്ല, ഒരു അനീഷ് പറഞ്ഞ പോലെ ജേണിയാണ്, പക്ഷെ അതെല്ലാം ഒരു ചേരുകയാണ്. അല്ല, അതില് ഫാമിലി കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഷൂട്ടിന് വേണ്ടി അല്ലാതെയും പോയി. അവിടെ അല്ലായിരുന്നു ഷൂട്ട്? അവിടെ ഉണ്ടായിരുന്നു ഷൂട്ട്. ആ ഭാഗങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മല കയറാൻ, അങ്ങോട്ട് മേലോട്ട് കയറാൻ പറ്റില്ല. എന്റെ പോർഷൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ നട അടച്ചിരിക്കുന്ന സമയമായോണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പം ബാക്കി അവന്റെ പുറത്ത് വരെ പോയി. പിന്നെ കുറെ നാളായി, ഞാൻ ചെറുപ്പത്തിലെ പോയതാ മലയ്ക്ക്. ഉടനെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ പടം ഹിറ്റാകട്ടെ, അതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങൾക്ക് ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു ശബരിമല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ആദ്യം പോയത് 25 വർഷം മുന്നാണ് പോയത് ഞാൻ മലയ്ക്ക് പോയത്. അന്ന് അതായിരുന്നില്ല കാരണം, പക്ഷെ അതായിരുന്നു ഒരു ഫോഴ്സ് ഡ്രൈവ് ചെയ്ത് പോയത്. ജോലിയൊന്നും ഇല്ലാതെ എവിടെ പോയാലും റിജക്ഷൻ അങ്ങനെയായി. ഫാമിലി നോക്കാൻ പാട്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ എപ്പോഴും കഷ്ടങ്ങൾ ഞാൻ പറയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണം. സോ അങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ഐ വോണ്ട് എ ഡിഫറെൻറ്റ് ഒരു സോണിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഐ ഡിസൈഡ് ടു ഗോ ടു ശബരിമല. അതിന്റെ മെയിൻ കാരണം വൈഫായിരുന്നു. ഓക്കെ, അന്ന് ഇന്നത്തെ പോലെ അല്ല. ശബരിമലയിലേക്ക് ഏറ്റവും പറഞ്ഞ 10-25 വർഷം മുമ്പൊക്കെ ഇപ്പം ഈസി ആയിട്ട് കയറി പോവാം. അന്നൊക്കെ എന്ന് പറഞ്ഞാല് കഷ്ടപ്പെട്ട് തന്നെ കയറണം. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം ക്യാരക്ടേഴ്സിന്റെ പേരൊന്ന്, നിങ്ങളുടെ സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പേരൊന്ന്. ശബരിമലയിൽ പോകുന്ന ശബരി. എന്റെ ക്യാരക്ടറിന്റെ പേര് മണികണ്ഠൻ. ഡോക്ടർ സാർ എന്റെ എന്താണ്? സാർ എന്റെ ഓഫീസറാണ് സാർ. അൻസാറാ മറന്നുപോയോ? അതൊക്കെ ഞാൻ പറയാം. എന്റെ അൻസാർ ഓഫീസറാണോ? വാവര്. അങ്ങനൊന്നും പറഞ്ഞറിയില്ല പെട്ടെന്ന്. ഒരു മെയിൻ സാധനം ഐറ്റമാണ്. അതൊന്നും പുറത്താക്കില്ല. ശബരിമലയിൽ പോകുമ്പോ നമ്മള് ബാബരി പള്ളി കയറിയിട്ട് അടുത്ത സുഹൃത്തല്ലേ? അതെ, അങ്ങനെയൊക്കെ നമുക്ക് കേട്ട അറിവുകൾ. അങ്ങനെയാണ്, അത് വേറൊരു രൂപത്തിലാണ്. ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ ശബരിമലയില്? ശബരിമലയിൽ മാത്രമല്ല, നമ്മുടെ സിനിമ രാജസ്ഥാനിലുണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു ഷൂട്ട്, മുംബൈയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു, ഇവിടെ നമ്മുടെ എരുമേലിയിലുണ്ടായിരുന്നു, മടത്തറ കാടുകളുണ്ടായിരുന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ 2-3 ഷെഡ്യൂളായിട്ടാണ് നമ്മുടെ ഷൂട്ട് നടന്നത്. ഞാൻ ഈ ഡേറ്റിന്റെ പ്രശ്നമെന്ന് എപ്പോൾ ഡയറക്ടർ സാർ മിസ്റ്റർ വിഷ്ണുവിനെ വിളിക്കുമ്പോ, ഞാൻ മലയിലാണേ, ഇറങ്ങിയാണ്, ഞാൻ എപ്പോൾ വിളിക്കാൻ ഇറങ്ങിയാണ്. സോ എപ്പോഴും മലന്റെ ആ പ്രദേശത്ത്. ഓക്കെ, എനിക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോലീസ് കഥാപാത്രം റിയാസ് ഖാൻ ചെയ്തതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം മിസ്റ്റർ മരുമകനിലെ ഇച്ചിരേ ഉള്ളൂ, പക്ഷെ എനിക്കെന്തോ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? വളരെ കുറച്ച് പോയി പിന്നെയും വരുന്നൊരു ക്യാരക്ടർ അതിനകത്ത് സർപ്രൈസ് ആയിട്ട്. പക്ഷെ എനിക്ക് എന്തോ ആ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമയിലെ ക്യാരക്ടർ. ആ സിനിമ ഇങ്ങനെ ഏതൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, പല സിനിമകളും ദിലീപേട്ടനായിട്ടുള്ളൊരു ആ സ്നേഹബന്ധത്തിൽ ചെയ്തിട്ടുള്ള ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ പടത്തില് ആ പോക്കിരാജ് നൈസ് അടിപൊളി സിനിമയാണ്. നല്ല പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, അച്ഛനാ പോലീസ്. சிவா என்ன சிவா இப்படி பேசுற?
പോക്രി രാജ അങ്ങനെ മമ്മൂട്ടി സാർ പറഞ്ഞത്. അതെ, മമ്മൂട്ടി സാർ മമ്മൂട്ടി പൃഥ്വിരാജ്, അതെ, സിദ്ദിഖേട്ടൻ റിയാസ് ഖാൻ. ഓക്കെ, സിദ്ദിഖേട്ടനും ഞാനും ഒരു സെറ്റ്. സെറ്റ് മമ്മൂട്ടി പൃഥ്വിരാജ് ചേട്ടൻ അനിയൻ. അത് വേറെ പടം, നീ சொல்ற വേറെ പടം. என்ன சிவா அப்படி பேசுற? ഇത് ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ കാണാൻ പോലെ ഇത് മറ്റേ നമ്മുടെ കൊച്ചി രാജാവ് അല്ല രമേശ്, ഇതിപ്പോ നമ്മുടെ IFFK മുമ്പ് കണക്കാണ്. ശിവ, ഞാൻ നിങ്ങൾക്ക് മല്ലിപ്പിക്കാം. രണ്ടാമത് കാണുന്നത്, മൂന്നാമത്തെ സിനിമ ക്ലൈമാക്സ് മാറി പോലെ പറയും. പക്ഷെ സ്ഥിരം ചെറിയൊരു അബദ്ധം പറ്റിയാണ്, ക്ഷമയുടെ. ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഡിവോഷണൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് പല ജോണേഴ്സ് ആണെങ്കിലും നമ്മൾ വീണ്ടും, അല്ലെങ്കിൽ സീരിയൽസ് പോലും നമ്മൾ ഇപ്പോഴും അതേപോലെ സ്വീകരിക്കുന്നുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ഈ സിനിമയിലേക്ക് എത്തിയ സമയത്ത് നമ്മളിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുയുടെ അടുത്ത്. പുള്ളിക്ക് അത് പൊതുവേ വിഷ്ണുക്ക് ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളവിടെ വർക്ക് ചെയ്യണമെന്നും ഞങ്ങളെ കാസ്റ്റ് ചെയ്യണമെന്നും വിഷ്ണുവിടെ തീരുമാനമാണ്. ഇത് അനീഷ് ചെയ്യണം, ഇത് ഞാൻ റിയാസ് ഖാൻ ചെയ്യണം, ഇത് സുധീർ ചെയ്യണമെന്നും വിഷ്ണുവിടെ പുള്ളിയുടെ ഇഷ്ടമാണ്. അതായത് വിഷ്ണു തൊട്ട് മുമ്പ് ചെയ്തൊരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. അത് മീനമാസത്തിൽ 2ാമത്തെ വെള്ളിയാഴ്ച എന്നൊരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. അപ്പോൾ അത് എൻ്റെ ലൊക്കേഷൻ വന്നിട്ടാണ് വിഷ്ണു പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഞങ്ങളത് വളരെ ചെറിയൊരു ഫിലിമായിട്ട് എടുത്തതാണ്. പക്ഷെ അത് ഞാൻ തന്നെ പറയുമായിരുന്നു, നമുക്ക് ഇത്രയും എഫേർട്ട് എടുക്കുന്നതിൽ അപ്പോൾ കുറച്ചൊരു ഇത് വാസ്റ്റായിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതൊരു ഷോർട്ട് മൂവി ആയിരുന്നെങ്കിൽ പോലും അത് നമ്മൾ തിയേറ്ററിലാണ് റിലീസൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ വിഷ്ണു വിളിച്ചു, ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ശ്രീ അയ്യപ്പനാണ്, അനുഷേട്ടനാണ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, സെൻട്രൽ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ സിനിമയായിട്ട് തുടങ്ങിയതാണ്. പിന്നീടാണ് ഇതിനകത്തൊരു ക്യാരക്ടർ വരുന്ന സമയത്ത് നമ്മൾ ആ സുധീറിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് റിയാസ് ഖാനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സിനിമയിൽ സജീവമായി നിൽക്കുന്ന അപ്പോൾ ആൾക്കാർ കൂടെ ചേർന്നപ്പോൾ ഈ സിനിമ ഒരു യഥാർത്ഥ സിനിമയായി മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ രമേശ് ചേട്ടൻ വരുന്നു, കുടശനാട് കനകം വരുന്നു, അങ്ങനെ ദിനേശ് പണിക്കർ വരുന്നു, പൂജപ്രകാശ്, അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വന്ന് നമ്മൾ ചെറുതായി ചിന്തിച്ച് വലുതായി വന്നൊരു സിനിമയാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോ സുധീരന്റെ ശബരി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ക്യാരക്ടറാണ്. ശരിയാ. അക്ഷരങ്ങൾ എച്ചരിച്ച പുസ്തകത്താൽ നിന്നും നിരീശ്വരവാദിയായിട്ടുള്ള ശബരി പോകുന്നത് ഒരു ഫാക്റ്റ് ആണ് സിനിമയിൽ. അതാണ് അതിന്റെ മെയിൻ കണ്ടന്റ്. അതാണ്. ഓ, അപ്പോ സുധീരനാണ് മെയിൻ ആണ്. ഈ മനുഷ്യര് പാവപ്പെട്ട ഒരു കഷ്ടപ്പെട്ട് ചെയ്തതാണ്. സുധീർ കഷ്ടപ്പെട്ടില്ല. അപ്പൊ അല്ല, അവര് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഞാനും ഉണ്ട്. സുധീറാണ് മെയിൻ. ആണ്. ഇൻസ്പെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്പെക്ടർ അല്ല, സ്പെഷ്യൽ സ്ക്വാഡാണ്. സ്പെഷ്യൽ സ്ക്വാഡാണ്. ഒരു വലിയ ഒരു സംഭവം നടക്കാൻ പോണേണ്. അതെന്ത് സംഭവം ഞാൻ പറയുന്നില്ല. അത് സിനിമയിലെ സസ്പെൻസ്. അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. അതിൽ കൂടെ പലവര് നന്നാവണം. തിരിച്ചും മല പഴയ പോലെ തന്നെ നിൽക്കണം. അവിടെ അയ്യപ്പൻ കാണണം എന്നുള്ളൊരു ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിയാണ്. അതിന്റെ ഓഫീസറായിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എല്ലാം കൂടി ഒരുമിച്ച് ലിങ്കാവും. മണികണ്ഠൻ നോർമലി പോകുന്ന മണികണ്ഠൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്, മിലിറ്ററി ആണ്. ലീവിന് വന്നപ്പോൾ അവിചാരിതമായിട്ട് ശബരിമലയ്ക്ക് വരുന്ന ഒരാളാണ്. അതും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു റൂട്ട്. എല്ലാം അവിചാരിതമാണെന്ന് തോന്നുന്നല്ലേ? എല്ലാം ഒരു കോയിൻസിഡന്റ് ആണ്. ഒന്നും നമ്മൾ പറയാറില്ല, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിക്കുന്നതല്ല നടക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ നിങ്ങളെ ഈ സിനിമയിൽ നിങ്ങളുടെ ഈ 3 ക്യാരക്ടേഴ്സും അവിചാരിതമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന പല സീക്വൻസുകൾ ചേർന്ന ഒരു സിനിമയാണ്. ത്രില്ലേഴ്സ് തന്നെ നമുക്ക് പല ജോണേഴ്സിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോ ഇതൊരു ഏത് കൈൻഡ് ഓഫ് ത്രില്ലറിലേക്കാണ് നമ്മുടെ സിനിമ ശ്രീ അയ്യപ്പൻ പോകുന്നത്? ഗോഡ്ലി ത്രില്ലർ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഒരു മീൻസ് ത്രില്ലിംഗ് ആവുന്ന എപ്പോഴും നമുക്ക് ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ത്രില്ലിംഗ് ഉണ്ടാവാറുണ്ട്. അതിപ്പോ റൊമാൻസ് ആണെങ്കിൽ പോലും, ഫാമിലി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ആണെങ്കിൽ പോലും എല്ലാത്തിലും ത്രില്ലിംഗ് ഉണ്ടാവും. അങ്ങനെ എല്ലാം ഇപ്പൊ നമ്മുടെ മിക്സപ്പ് ആണ് ഇതെല്ലാം. ഈ പറഞ്ഞ പോലെ ഒരു അന്വേഷണം ഉണ്ട് ഇതിനകത്ത് ഒരു ഫാമിലി ഓറിയന്റഡ് ആണ്, ഡിവോഷണലാണ്. അങ്ങനെ എല്ലാം കൂടി ചേർത്താണ് വിഷ്ണു ഈ സിനിമ എല്ലാം പോയി നിൽക്കുന്നത് അയ്യപ്പനിലാണ്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ അയ്യപ്പനിലാണ് എത്തിയിരിക്കുന്നത്. സോ ഈ വിഷ്ണു എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഡയറക്ടറിന്റെ വിഷൻ ആണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണു എഡിറ്ററാണ്, വിഷ്ണു ക്യാമറമാൻ ആണ്.
വിഷ്ണു ഡയറക്ടറാണ്. അപ്പം മീൻസ് പിന്നെ അസാധ്യമായ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ നിഷ പ്രൊഡക്ഷൻസ്, ആദി മീഡിയ, അവരാണ് നമ്മുടെ പില്ലേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ അവരിലേക്ക് നമ്മളും ഇല്ല തീർച്ചയായിട്ടും. അപ്പം അത് ഷാജി പൊന്നാൻ എന്ന നിർമ്മാതാവ്, ഒപ്പം ശ്രീകുമാരൻ എന്ന് പറഞ്ഞിട്ട് മുംബൈ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു അദ്ദേഹമുണ്ട്. ഇവർ രണ്ടാണ് എന്റെ പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചു വരുന്നത്. ഇതിൽ മല്ലികാമ്മയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. മല്ലികാമ്മ ഈ ആദി മീഡിയയുടെ ഒരു പാർട്ണറാണ്. മല്ലിക സുകുമാരൻ ഇതിന്റെ ഈ ശ്രീയേട്ടനോടൊപ്പം ഒരു പാർട്ണറാണ് ഈ പ്രോജക്ട്. അത് സസ്പെൻസ് ആണ്. ഞാൻ ഒന്നും പറയുന്നില്ല, ചോദിക്കുന്നുമില്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. പിന്നെ ഏറ്റവും വലിയ കാര്യം സന്തോഷം, നമുക്ക് ഇതിനകത്ത് 6 പാട്ടുകളുണ്ട്. ജീവൻ സോമൻ സംഗീതം നൽകി ഡോക്ടർ സുകേഷിന്റെ വരികൾക്കുള്ള നമ്മുടെ സന്നിധാനത്തിന്റെ പാട്ടുകളുണ്ട്, മധുബാലകൃഷ്ണന്റെ പാട്ടുകളുണ്ട്. അവിടെയൊക്കെ പാട്ടുകൾ സോങ്സ് എന്ന് പറയുമ്പോൾ അടിപൊളിയാ. സന്നിധാനത്തിൽ 6 പാട്ടുകളുണ്ട്. ഓ, എനിക്ക് എന്റെ 2 പാട്ടില്ലേ, അത് 2 കട്ട് ചെയ്ത് കളഞ്ഞു. ആ പാട്ടാണ് ആ അയ്യപ്പന്റെ ജീവൻ. അയ്യപ്പ ഭക്തിഗാനം പാടി എന്റെ ആ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു അത്യുപ്രതിഷ്ഠനായിട്ട് ഞാൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ, അത്യുപ്രതിഷ്ഠൻ, ആ ക്യാരക്ടറാണ് ഈ പടത്തിലെ. ഡയറക്ടറോട് ചോദിച്ചോ, എന്റെ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഗാനം എന്റെ മധുചേട്ടനല്ലേ പാടിയേ? മധുചേട്ടന്റെ ചുണ്ടിൽ നിന്ന് വന്ന ആ ചുണ്ടിൽ നിന്നോ? അല്ല, ചുണ്ടിൽ നിന്നല്ലാതെ തൊണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള ചുണ്ടിലേക്ക് വരിക. എന്ത് ടോക്കാണ് ഇത്? തൊണ്ടയിൽ നിന്ന് വന്നാൽ മാത്രമേ ചുണ്ടിലൂടെ വരുള്ളൂ. അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ അധരങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ പാട്ട് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ എനിക്കൊരു ഫാമിലി സോങ് ഉണ്ട്, അതിനകത്ത് ഞാൻ പുതിയ കുറെ സാധനങ്ങൾ ഈ നവരസങ്ങൾ കൂടാതെ അതെല്ലാം ഈ സിനിമയുടെ ഞാനത് ആ സീനൊക്കെ അഭിനയിക്കുമ്പോ അനീഷൊക്കെ വന്ന് അവിടെ വായ പിടിച്ചിരിക്കും കാരണം അഭിനയം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം അതെല്ലാം അത് ദൈവം തന്നെ ഒരു അനുഗ്രഹമാണ്, വരദാനമാണ്. അപ്പൊ അനീഷേട്ടൻ പഠിച്ചത് എന്താണ്? കണ്ടു പഠിച്ചു എന്ന് പറഞ്ഞില്ലേ? പഠിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിന്ന് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ബാലനാണ്. അല്ലെ, പിച്ച വെച്ച് കളിക്കുന്നു. വിരൽ തുമ്പുകൾ പോലും അതെ. പക്ഷെ നമ്മള് ഈ സിനിമയിലേക്ക് വരിക എന്നല്ലാതെ ഏത് സിനിമയെ കുറിച്ച് സംസാരിച്ചാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുറെ സിനിമകൾ, ഫ്രണ്ട്ഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു ദിലീപേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഒരു നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് എനിക്കറിയാം. അപ്പം സിനിമയിലെ സൗഹൃദങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളിത് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടെ സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഫ്രണ്ട്ഷിപ്പ് വെക്കാം? ശരിയാ. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് വെക്കില്ലെങ്കിൽ പിന്നെ എവിടെയാണ്? ഇവിടെ എനിമിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഇനി ഒരാളെ ഞാൻ പറയാണ്, അങ്ങനെ എനിക്കങ്ങനെ ഇല്ല. കുറവ് തോന്നിയാലും അത് മാറ്റി വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ ഇങ്ങനെ ഒന്നുമില്ല, ഓൾ സെയിം, എല്ലാവരും കൊളീഗ്സ്. അവരൊക്കെ പറയുമ്പോഴും ഇനിയിപ്പോ നാളെ ഒരു സമയത്ത് എനിക്ക് എന്നോട് ചോദിച്ചാല് റിയാസ് ഖാനോടൊപ്പം ഒരു സീൻ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞങ്ങളുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറയുമായിരുന്നു, അതായത് റിയാസ് ഖാൻ അദ്ദേഹത്തിന് അന്നേരം ഷൂട്ടില്ല, പക്ഷെ എങ്കിലും ആ സമയത്ത് അവിടെ വന്ന് നിന്നിട്ട് നമുക്ക് ഫൈറ്റ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണല്ലോ, മറിഞ്ഞ് വീഴുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ടെക്നിക്കുണ്ട്, എക്സ്പീരിയൻസിന്റെ ആളാണെന്ന നിലയിൽ അത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിൽ അതുണ്ട്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ പറ്റുന്നതും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമായിട്ട് വരുന്ന ഒരാളാണ്. ഇക്ക ഒരു ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിക്കും, ബാബു ആന്റണി ചേട്ടനെ പറയുന്ന പോലെ നമ്മളെപ്പോഴും നായകന്റെ കൂടെ ആയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും. ഓപ്പോണന്റ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിരിക്കും, നായകന്റെ കൂടെ ആവുമ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഈ ഇടയ്ക്കിടെ അങ്ങനത്തെ കുറച്ച് ഇച്ചിരി കോമിക്കും കൂടെ ചേർന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നല്ല, സിനിമയുടെ ഓരോ മാറ്റങ്ങളാണത്. സിനിമ ഓരോ ഫേസിൽ കൂടെ പോകും, പക്ഷെ എല്ലാ കാലത്തും നമ്മൾ എഫേർട്ട് ഇടണം അവിടെ. വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ മുന്നത്തെ 10 വർഷം അതിനുശേഷമുള്ളത് അതിന് മുന്നേക്കെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സിനിമ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അത് ഞങ്ങള് നിന്ന് പോകുന്നുണ്ട്.
വരാൻ എളുപ്പമാണ്, പക്ഷെ നിൽക്കാനാണ് വരാനേ എളുപ്പമല്ല. അത് എളുപ്പമല്ല. ഇന്നാലും Just ക്യാമറ മുന്നേ നിൽക്കുന്നവരെല്ലാവരും ആക്ടേഴ്സ് അല്ല. ആക്ടേഴ്സ് ആർ ഡിഫറെന്റ്. ആക്ടേഴ്സ് ആർ ബിയോണ്ട് സം അതെ. ഇത് ഓക്കെ. സോ പിന്നെ ഇവിടെ ടാലന്റ് അല്ല വിഷയം. ഇവിടെ എന്താണ് സക്സസ്സും അല്ല വിഷയം. പക്ഷെ ഒരു പുഷിൽ കൂടെ എല്ലാവരും കൂടി തള്ളി പോകുന്നതിൽ പോയി നിൽക്കുന്നതാണത്. പിന്നെ അവിടെ നിന്ന് മനസ്സിലാക്കി വരണം. അതിനൊക്കെ കുറെ സമയം എടുക്കും. അതായത് തക്ദീർ ബനാനെ വാലെ കമി നക്കി അബ് ജിസ്കോ ക്യാ മില ഏ മുഹദ്ദത് കി ബാത് ഹൈ. സെക്കൻഡ് ലാംഗ്വേജ് പറഞ്ഞല്ലേ അത് അന്ന് സ്കൂളിൽ അതായത് നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത്, അതായത് മോളുടെയും എന്റെയും എല്ലാവരും തലയിൽ എഴുതിയിരിക്കുന്ന പടച്ചൻ ഒന്ന് തന്നെയാണ്. പക്ഷെ ആർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് അത് വിധി അനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും. ഇതോടൊപ്പം ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. എനിക്ക് ഹിന്ദിയെ അറിയത്തില്ല. സമഭാവന മഹത്വന. ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ ചുവപ്പ് നിറമാണ്. മഹാന്മാര് ആപത്ത് കാലത്തും സമ്പത്ത് കാലത്തും ഒരുപോലെ ആയിരിക്കും. വർക്കുണ്ടെങ്കിലും വർക്കില്ലാതിരിക്കുമ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് വലിയ കാര്യമാണ്. ശരിയാ. സത്യ അത് എന്നെ ഉദ്ദേശിച്ചിട്ടേ പുള്ളി. ഇപ്പം ഞാൻ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹാപ്പിയാണ് ഞാൻ. എനിക്ക് ഷൂട്ടില്ലേ, ഞാൻ ഏതെങ്കിലും മറ്റേ സ്കൂട്ടർ ഒക്കെ ആയിട്ട് പ്ലംബിങ്ങിന്റെ പണിക്ക് പോകും, വീട് ക്ലീൻ ചെയ്യും. അതെ, ഞാൻ ഹാപ്പിയാണ്. ഞാൻ വീട് പണി ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? എടാ, സ്വന്തം വീട്ടിലെ പണി അവനവൻ ചെയ്തില്ല, പിന്നെ നാട്ടുകാരെ വിളിച്ച് ചോദിക്കോ, ബംഗാൾ വിളിച്ച് ചോദിക്കോ. ഈ സിനിമ കൊണ്ട് തന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇപ്പൊ കുറച്ചു മുമ്പ് ചോദിച്ചാ ഞാൻ പറഞ്ഞ ഞാൻ വേറെ പണിക്ക് പോകും. കൂലിപ്പണി, നല്ല ആരോഗ്യം കഴിക്കുക, കൂലിപ്പണിക്ക് പോകും, എന്ത് പണിയും ചെയ്യും. സീരിയസ് ആണ്. ഞാൻ അവരോട് എല്ലാം പറയാവുന്ന ആരോഗ്യമുണ്ടോ, വെറുതെ ഈ ചീപ്പ് യോഗ കളഞ്ഞിട്ട് അറിയാവുന്ന പണിക്ക് പോവാ, തട്ടുകട നടത്തുക. സിനിമ കലാകാരനാണോ, അവർ സിനിമയെ വിളിച്ചോളൂ. ആ സമയത്ത് ഞാനെല്ലാ പണിക്ക് പോകും. ഞാൻ ഓവർ ഓടാൻ പോയിട്ടുണ്ടല്ലോ 1 വർഷം മുമ്പ്, ഞാൻ പോവും. തിരിച്ചറിയാറില്ല എല്ലാരും. അതിനെന്താ എനിക്ക് എന്റെ വണ്ടിക്കകത്ത് കൂടെ കയറുന്ന കൂടുതൽ ആള് കയറി. അതിനെന്താ അതല്ലേ ഞാനൊരു തട്ടുകട തുടങ്ങി എന്റെ കടയിൽ ആളൊന്നും കഴിക്കുള്ളൂ. അല്ല, അൽഫാം കരുന്ന് കൊടുക്കില്ല. ഞാൻ നിർത്തിയാടാ. ഇല്ല, ഞാൻ ഈ പരിപാടിക്ക് പരിപാടി തീർന്നേ. ഇനി നമ്മൾ പറയില്ല, നമ്മൾ ഇനി അൽഫാം എന്ന് പറയില്ല. അപ്പോ നമ്മുടെ ഡിസംബർ 12-ാം തീയതി റിലീസാവാൻ പോകുന്ന ശ്രീ അയ്യപ്പൻ മൂവി ഒരു വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറ്റവും നല്ലൊരു സമയത്താണ് സിനിമ റിലീസാവുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സാത്ത്